യേശു കോപിച്ച രണ്ടാമത്തെ കാര്യം എന്താണ്? അത് കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ അവൻ പള്ളിയിൽ വെച്ച് കണ്ടു. യേശു അവനെ സൗഖ്യമാക്കാൻ ആഗ്രഹിച്ചു. ശബത്ത് നാളിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് യഹൂദന്മാർ നോക്കിക്കൊണ്ടിരുന്നു. മർക്കോസ് 3:2. അവിടെ യേശു 5-ാം വാക്യത്തിൽ കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ആ പള്ളിയിൽ നിൽക്കുന്ന യേശുവിൻ്റെ കണ്ണുകളും മുഖഭാവവും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരീശന്മാരുടെ നിയമവാദത്തോടുള്ള കോപം. യേശു കോപിച്ച രണ്ടാമത്തെ കാര്യം ഇതാണ്: നിയമവാദം. ദൈവത്തിൻ്റെ നാമത്തിൽ എവിടെ പണം സമ്പാദിക്കുമോ അവരോട് യേശു കോപിക്കുന്നു. അതുപോലെ പരീക്ഷത്തിനെതിരെ അവർ ചെറിയ കൽപ്പനകൾ എടുത്ത് അത് പർവ്വതീകരിക്കുന്നു. അങ്ങനെ ആളുകളുടെ ജീവിതം നരക തുല്യമാക്കുന്നു. നമ്മളിത് കണ്ടിട്ടുണ്ട്. നമ്മളിത് CFC സഭകളിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മളിത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. കൊച്ചു കാര്യങ്ങളെ പർവ്വതീകരിക്കുന്നു. അങ്ങനെ ആളുകളുടെ ജീവിതം നരകതുല്യമാക്കുന്നു. വളരെ ചെറിയ ചില കൽപ്പനകൾ അത് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്നുള്ള കൽപ്പന മറന്നു കളയുന്നു. അവനത് വെറുത്തു. ഇങ്ങനെയുള്ള ആളുകളെ അവൻ കോപത്തോടെയാണ് നോക്കിയത്. എനിക്ക് യേശുവിനെ പോലെ ആകണം. ഇന്നും യേശുവിൻ്റെ നാമത്തിൽ പണം സമ്പാദിക്കുന്നവരെ ഞാനും കോപത്തോടെ നോക്കും. അത് ടെലിവിഷനിൽ കണ്ടാലും എവിടെയാണെങ്കിലും അവരോട് കോപത്തോടെ ഞാൻ പറയും, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഇടമല്ല ദൈവത്തിൻ്റെ ആലയം. അതുപോലെ ഈ പരീക്ഷഭക്തന്മാരെ കാണുമ്പോൾ സ്വാതന്ത്ര്യം നൽകുന്നതിന് പകരം മറ്റുള്ളവരുടെ ജീവിതം നരകതുല്യരാക്കുന്നവരെ ഞാൻ അവരോട് പറയും, നിങ്ങൾ തന്നെ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിയമവാദം കൊണ്ട് മറ്റുള്ളവരെയും നിങ്ങൾ തടയുന്നു. ഞാനത് ശക്തി ഉപയോഗിച്ച് എതിർക്കും. ഇങ്ങനെയല്ല അവരോട് വളരെ താഴ്മയായി, പ്രിയ സഹോദര സഹോദരി, ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത് അല്ല. ഞാനത് ശക്തമായ ഭാഷയിൽ തന്നെ പറയണം. അങ്ങനെയെങ്കിൽ എഫേസ്യർ 4:26 പറയുന്ന കൽപ്പന എനിക്ക് അനുസരിക്കാൻ കഴിയും. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. യേശു കോപിച്ചത് ഈ രണ്ട് കാര്യങ്ങളെ മാത്രമായിരുന്നു: യേശുവിൻ്റെ നാമത്തിൽ, ദൈവനാമത്തിൽ പണം സമ്പാദിക്കുന്നതിനെതിരെ, അതുപോലെ നിയമവാദം. കൽപ്പനകൾ എടുത്തുകൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് പകരം മറ്റുള്ളവരോട് ഇത് നിനക്ക് ചെയ്യാൻ കഴിയില്ല, അത് ചെയ്യാൻ കഴിയത്തില്ല, നോക്ക് ഈ വാക്യം. ഞാനവരോട് ചോദിക്കാറുണ്ട്, ദൈവഭക്തരായ താഴ്മയുള്ള സഹോദരന്മാരെ, ഈ കാര്യത്തിൽ അവരെ ബുദ്ധി ഉപദേശിക്കാൻ എന്താണ് നിങ്ങൾ ഉപയോഗിക്കാത്തത്? വളരെയധികം നിയമവാദം. ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, ഇന്നും നമ്മുടെ പല സഭകളിലും ഈ നിയമവാദമുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലും അവിടെ ഉണ്ട്. ഞാൻ കാണുന്നു. ഞാനിത് കണ്ടു മടുത്തിരിക്കുന്നു. ഞാനിത് കാണുമ്പം കോപിക്കാറുണ്ട്. സാധുക്കൾ ഇതിനാൽ അടിച്ചമർത്തപ്പെടുന്നു, നിയമവാദികളായ ഈ മൂപ്പന്മാരാൽ. യേശു ഇതിനെതിരെ കോപിച്ചെന്ന് അവർ കാണുന്നില്ല. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മൂപ്പന്മാരെ കാണുമ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, അവൻ നിന്നെ കോപത്തോടെയാണ് നോക്കുന്നത്, ദയയോടുകൂടെയല്ല. ഈ നിയമവാദത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവനാമത്തിൽ പണം ഉണ്ടാക്കുന്നതിനും നിയമവാദത്തിനും എതിരെയാണ് CFC നിൽക്കുന്നത്. ഓരോ കാര്യത്തിനും ചെറിയ ചെറിയ നിയമങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനെയാണ് നിങ്ങളെ വസ്ത്രം ധരിക്കേണ്ടത്, ഇങ്ങനെയുള്ള വസ്ത്രം നീ ധരിച്ചുകൂടാ, ഇങ്ങനെയുള്ള ഷൂ ആണ് നീ ഇടേണ്ടത്, സഭയിലേക്ക് വരുമ്പോൾ നിനക്ക് ജീൻസ് ധരിക്കാൻ പറ്റത്തില്ല, മറ്റിടത്ത് നിനക്ക് ജീൻസ് ധരിക്കാം. അനേക നിയമങ്ങൾ. നിനക്കിത് പറ്റത്തില്ല, നിനക്കത് പറ്റത്തില്ല, നിനക്ക് മറ്റേ പറ്റത്തില്ല. പ്രധാനമായിട്ടും വസ്ത്രങ്ങളോട് ബന്ധപ്പെടുത്തിയാണിത്. മാന്യമായ വസ്ത്രധാരണം നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം പുരുഷന്മാരെ നിങ്ങൾ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇറുകിയ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചുകൂടാ. നമ്മൾ പാപത്തിനെതിരെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സഭ്യമായ വസ്ത്രം ആയിരിക്കണം ധരിക്കേണ്ടത്. വസ്ത്രം എങ്ങനെ ധരിക്കണം എന്ന നിയമം നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിയമം അനുസരിച്ച് എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, അത് ചെയ്യാൻ കഴിയില്ല, മറ്റേ കാര്യം ചെയ്യാൻ കഴിയില്ല. അനേക ചെറിയ കാര്യങ്ങൾ. ഞായറാഴ്ച നിനക്കൊരു പരീക്ഷ എഴുതാൻ പോകാൻ പറ്റില്ല. എവിടെയാണത് പറയുന്നത്? ദൈവവചനം പറയുന്നത് എല്ലാ ദിവസവും ദൈവത്തിന് ഒരുപോലെയാണ്. ഇന്നൊരു വിശുദ്ധ ദിവസമല്ല. അതെല്ലാം പഴയ നിയമത്തിലുള്ള കാര്യമാണ്. നിനക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, അത് ചെയ്യാൻ കഴിയില്ല, ഈ കാര്യം ഇങ്ങനെയല്ല. ആളുകൾ എത്രയോ നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം കോപത്തോടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് യേശു നടന്ന പോലെ നമുക്ക് നടക്കാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷയിലും. ഈ പരീക്ഷത്വത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഈ മേഖലയിൽ വളരെയധികം മാതൃകയുള്ളൊരു സഹോദരനാണ് ബ്രദർ ഇയൻ. ഞങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ മനോഹരമാണ്. കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും നിയമവാദമില്ലാത്ത ഒരാളാണ്. മറ്റേത് മൂപ്പന്മാരുമായിട്ടുള്ള കൂട്ടായ്മയേക്കാൾ അധികം
അദ്ദേഹവുമായിട്ടുള്ള കൂട്ടായ്മ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. മറ്റു പലരും ഈ നിയമവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർക്കാണ് ഞാൻ ദൈവത്തിന് നന്ദി കരയുന്നത്, പ്രത്യേകിച്ച് മൂപ്പന്മാർ. കാരണം നിങ്ങളാണ് സഭയെ മുന്നോട്ട് നടത്തുന്നത്. നിങ്ങളത് വിട്ടുകളയുന്നില്ലെങ്കിൽ ദൈവമായിരിക്കുകയല്ല നിങ്ങളുടെ സഭ പണിയുന്നത്. അവൻ നിങ്ങളെ കോപത്തോടെ ആയിരിക്കും നോക്കുന്നത്. നിന്റെ പരീക്ഷഭക്തി കാരണം നിന്റെ സഭയിലുള്ള ചിലരുടെ ജീവിതം നീ ദുരിതപൂർണ്ണമാക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുക, ദൈവം നിങ്ങളോട് കോപിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ അങ്ങനെ ആയിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ പണത്തിൻ്റെ കാര്യത്തിൽ നീ അതിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രനായിരിക്കാം. പരീശത്വത്തിൻ്റെ കാര്യമോ? യേശു കോപിച്ച രണ്ടാമത്തെ കാര്യം അതാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ പണം ഉണ്ടാക്കുന്ന നിങ്ങൾ വെറുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതിനെയും വെറുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പണം ഉണ്ടാക്കുന്നത് നിങ്ങൾ എത്ര പേർ ഇഷ്ടപ്പെടുന്നു? ആരുമില്ല. നിയമവാദത്തെ നിങ്ങൾ ഇതുപോലെ തന്നെ വെറുക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു നടന്നതുപോലെ നടക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. അങ്ങേ പിതാവായിട്ട് അറിയാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.